അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ഇങ്ങോട്ട് എത്തി അല്ലെ. ഞാൻ നമ്മുടെ ഫസ്റ്റ് സെഷൻ മുതൽക്ക് പറയുന്നുണ്ട് നമുക്കൊരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ട്, 10 days നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് എന്നൊക്കെ. പക്ഷെ ഇത് ഓറിയന്റേഷൻ ലേൺ വൈസിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആണ്. കാരണം നമ്മുടെ ഇത് 8th സെഷൻ ആണ് നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യത്തെ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു തീം ബേസ്ഡ് ആയിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അയച്ച പോസ്റ്ററിലും നോട്ടീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ തീം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കവർ, ലേൺ, അച്ചീവ് അല്ലെ. വേർഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക, അച്ചീവ് എന്ന് പറഞ്ഞാൽ എന്താ നേടിയെടുക്കുക. ഇതല്ല, ഇതിന് കുറച്ചും കൂടി മാനങ്ങളുണ്ട് അല്ലെ. ഡിസ്കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ മനസ്സിലാക്കുക, അതായത് വൺസെൽഫ് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ. അതായത് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും, എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഡിസ്കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലേൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പഠിക്കുക അല്ലെ. നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു അവസാനമുള്ള ഒരു പ്രൊസീജിയർ അല്ല, അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ല. ലേണിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയി പഠിക്കുക. നമ്മളിപ്പോ പറയും ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുക, അറിവ് നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടൽ വെള്ളം കുടിച്ചു വറ്റിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് ഒരിക്കലും എന്താ പറയാ, വറ്റിച്ചാലും തീരാത്തത്ര അറിവ് ലോകത്തിലുണ്ട്. സോ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന എന്തിനെങ്കിലും പറ്റിയിട്ട് നമ്മൾ വളരെ കാര്യമായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അച്ചീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ സ്വയം മനസ്സിലാക്കി, നമ്മൾ സ്വയം അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലോട്ട്. ഇപ്പൊ ഓരോരുത്തരും ജോയിൻ ചെയ്യുമ്പോൾ എന്നോട് പലതും ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അതാവാനാണ്, ഇതാവാനാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടീമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത് ഇതൊരു പ്രഭാഷണം പോകുന്ന രീതിയിലുള്ള സെഷൻ ഒന്നല്ല. നിങ്ങൾ എല്ലാവരെയും ഒന്ന് ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിക്കാണ് സെഷൻ വെച്ചിട്ടുള്ളത്. സോ ഈ സെഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ ആക്കിയിട്ടുള്ളത് 3 ബാച്ചുകളാണ്. അതായത് ഹിസ്റ്ററി ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ അതായത് BA ഉണ്ട്, അതേപോലെ MA ഉണ്ട്, ദെൻ പൊളിറ്റിക്കൽ സയൻസും കൂടി ഉണ്ട്. സോ നമ്മൾ 3 ബാച്ചും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു സെഷൻ. അപ്പൊ 3 ബാച്ചിലുള്ള ഫ്രണ്ട്സിനെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മെന്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് 2-3 മെന്റേഴ്സും കൂടി ഇവിടെ ജോയിൻഡ് ആണ്. സോ നമ്മുടെ കൂടെയുള്ളത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സ് ആണ്. സോ ആദ്യമായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള വാണി മാം ആണ്. മാം, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു ആതിര മാം. ഓക്കെ, വൺസ് അഗൈൻ എല്ലാവരും ഒന്നും കൂടെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ ഫസ്റ്റ് സെഷനാണ് ഈ സേ ഹലോ ടു എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ 8th, ഇപ്പം നമ്മളുടെ എന്താണ് ലേൺ വൈസിന്റെ നോക്കുവാണെങ്കിൽ നമ്മളുടെ 8th സെഷനാണ്, 8th ഓറിയന്റേഷൻ സെഷനാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സെഷനാണ് നമുക്ക് ഈ ഒരു വർഷത്തെ 2024 ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ക്യാമറ ഓൺ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ പേരല്ലാതെ നിങ്ങളുടെ എന്താണ് യൂസർ ID അല്ലെങ്കിൽ യൂസർ നെയിം നിങ്ങളുടെ പേരാക്കി മാറ്റുക. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിന്റെ അവിടെ കർസർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്നൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ പേര് തന്നെ വരുത്താനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ഈസിലി ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇതൊരിക്കലും ഒരു സബ്ജക്ട് ഓറിയന്റഡ് സെഷൻ അല്ല, വളരെ ഇന്ററാക്റ്റീവ് ആണ്. സേ ഹലോ ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനോട് നിങ്ങൾ എന്താണ് നിങ്ങൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളെ പറ്റി അറിവ് കൊടുക്കുകയാണ്. ഈ ഒരു എൻറ്റയർ 1 year ജേർണിയിൽ എല്ലാവരും നിങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചു പോകേണ്ട സ്റ്റുഡൻസുകളാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു പരിചയപ്പെടാനുള്ള ഒരു സെഷനാണ് സേ ഹലോ ടു എന്ന് പറയുന്നത്. അപ്പൊ ലേൺ വൈസ് നിങ്ങളെ ഓരോരുത്തരും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ ഞാൻ മാത്രമല്ല, അല്ലെ ആതിര മാം മാത്രമല്ല, കൂടെ നമ്മുടെ കൂടെ തന്നെ രാഗി മാം ഉണ്ട്, അതേപോലെ തന്നെ സാന്ദ്ര മാമും ഉണ്ട്. അപ്പം വൺസ് അഗെയിൻ എല്ലാവരും ഒന്നും കൂടെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെ പരിചയപ്പെടണം അല്ലെ. അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട്, ഞാൻ ഈ പറഞ്ഞ സെഷൻസിലുള്ള എല്ലാവരും ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുതിർന്ന ആളുകളാണ്, പലരും ടീച്ചേഴ്സ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ തന്നെ
എന്താ പറയാ വന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അതിൽ 3 കാര്യങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആള് ലൈഫിൽ ആരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല കുറച്ചും കൂടി ഫൺ എലമെന്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് ഒരു സൂപ്പർ പവർ കിട്ടുകയാണ്, ലൈക്ക് എന്തെങ്കിലും സൂപ്പർ പവർ. ഇപ്പൊ എനിക്ക് പറക്കാൻ കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യാം. അപ്പൊ 3 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം കേട്ടോ. സോ ആരാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? ഞാനിനി പേര് വിളിക്കേണ്ടി വരുമോ? ഇതിൽ ടീച്ചേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാവരും വലിയ ആളുകളാണ്. ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേട്ടോ. പേര് പറഞ്ഞു കൊടുക്കൂ, ഇവരൊക്കെ പേരൊക്കെ ഒന്ന് കേൾക്കട്ടെ. My name is Asriya. സ്ഥലം പറയണം. I'm from Kannur. കണ്ണൂർ. ഓക്കെ. അപ്പോ എന്താണ് ഈ പറഞ്ഞതിൽ ഏത് കാര്യമാണ്? ഹോബി പറയാനാണോ താല്പര്യപ്പെടുന്നത്? സൂപ്പർ പവർ ആണോ? എന്താണ്? എന്നെ കാണുന്നില്ലേ? ഇല്ല, ഇത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ഉണ്ടടാ, പറഞ്ഞോ, പേടിക്കണ്ട, ഒപ്പുണ്ട് ഞാൻ. ഞാൻ എന്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ഉള്ളത്, ഞാനിപ്പോ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നു. എനിക്കൊരു ബേബി ഉണ്ട്, ബേബിനെ നോക്കി നിൽക്കുന്നു ഇപ്പം. ഓക്കെ. സൂപ്പർ പവർ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? സൂപ്പർ പവർ എന്താന്ന് വെച്ചാല് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അതല്ലാതെ എന്തെങ്കിലും ഹോബീസോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ മുമ്പ് നല്ലോണം വായിക്കുമായിരുന്നു. +2 ഞാൻ കല്യാണം കഴിയുന്നത് വരെ കുറച്ച് നല്ലോണം ബുക്സ് എല്ലാം വായിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്നാലും കുറച്ച് കണ്ടിന്യൂ ചെയ്ത് വന്നു. ഇപ്പം അതിനൊന്നും സമയം കിട്ടാതെ കിച്ചണിലായിട്ട് എന്താ പറയാ ഫുഡ് ഉണ്ടാക്കല്, മീൻസ് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി നോക്കുക, അങ്ങനത്തെ എല്ലാം ഇപ്പോഴത്തെ ഹോബീസ് വന്നത്. ഓക്കെ. ഐ തിങ്ക് ഷഹനാസ് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഷഹനാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഷഹനാസ് വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ? ഒരു മിനിറ്റ്, റേഞ്ച് കിട്ടണില്ലേ? ഹലോ, റേഞ്ച് പ്രോബ്ലം ആണ്. എന്നാ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. എന്റെ പേര് ഷഹനാസ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഷഹനാസ്. ഓക്കെ. ഞാൻ മാരീഡ് ആണ്. എനിക്കൊരു മോളുണ്ട്. ഓക്കെ. പഠിക്കണാണ് 1ാം ക്ലാസ്സിൽ പഠിക്കണേന് മോള്. പിന്നെ ഹൗസ് വൈഫ് ആയിട്ട് തുടരുന്നു. സൂപ്പർ പവർ എന്തെങ്കിലും വേണമെന്നുണ്ടോ? ഹലോ, എന്തെങ്കിലും സൂപ്പർ പവർ വേണമെന്നുണ്ടോ? അതോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളെ പറ്റിയാണോ പറയണത് ലൈഫില്? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, രണ്ടുമില്ല. ഓക്കെ, ശരി എന്നാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആരാണ്? ഫ്രീ ഗ്രാമർ ക്ലാസ്. ഇനി ആരാ വരുന്നേ? ഇപ്പൊ 2 സ്ത്രീകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടു. ഇല്ലെങ്കിൽ ആ ഒരു ലേഡീസ് ഫസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ആരാണ് നെക്സ്റ്റ് വരുന്നേ? വിഷ്ണു വന്നിരുന്നല്ലോ. ഓക്കെ, വിഷ്ണുവിടെ. എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കേ. മനു, ഗൗരി, ഓക്കെ, വിഷ്ണു വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്താ പറയണ്ടല്ലേ? ചിരിക്കുകയാണ്. ഞാനൊന്നും കേട്ടില്ല, ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, വിഷ്ണു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വിഷ്ണു എവിടുന്ന് വരുന്നു, വിഷ്ണുവിന്റെ സ്ട്രെങ്ത് എന്താണ്, ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മളുടെ ഏറ്റവും പവർ എന്താണെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഓക്കെ, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 12 വർഷത്തോളമായി ഞാൻ പഠനം കാര്യങ്ങളൊക്കെ മാറി നിൽക്കുകയാണ്. ബിസിനസ്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി ആരാണ് അടുത്തത്?
നെക്സ്റ്റ്. ഞാൻ പറഞ്ഞോട്ടെ മാം? ഓഫ് കോഴ്സ് പറഞ്ഞോളൂ. പിന്നെന്താ? കാണാം. യെസ് സ്വാതി കാണാട്ടോ. എന്റെ പേര് സ്വാതി എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്നുള്ളതാണ്, കൊല്ലം കരുനാഗപ്പള്ളി. ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുക, UP ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് സൂപ്പർ പവറിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനും ട്രാവൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് എന്റെ ഡിഗ്രി പഠനം ഇങ്ങനെ മുടങ്ങി നിന്ന് എപ്പോഴും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു നിമിഷമാണ് ഇതിങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുകയും അതങ്ങ് മേടിക്കണം, ജോയിൻ ചെയ്യണം, ഡിഗ്രി നേടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ജോയിൻ ചെയ്തത്. ഇൻഫ്ലുവൻസ് ചെയ്തത് ഇപ്പം ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ പറയാൻ പറ്റും? ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഹസ്ബൻഡ്. എന്റെ അപ്പൊ ഹസ്ബൻഡാണ് ലൈഫ് കാര്യം. ലോങ് എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, ഇപ്പോൾ പോലും എന്റെ പഠനത്തിനാണെങ്കിലും. കാര്യം എന്റെ ഡിഗ്രി ആ ഒരു പഠന സമയത്തായിരുന്നു കല്യാണം. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ TTCക്ക് പഠിക്കാനായിട്ട്, കാര്യം ഇതിനൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നെ. TTCക്ക് എന്റെ ഹസ്ബൻഡ് ഇനിഷ്യേറ്റീവ് എടുത്താണ് ഹസ്ബൻഡ് ഇതിന് ജോയിൻ ചെയ്യിപ്പിച്ചത്. അതുപോലെ ജോലി എയ്ഡഡ് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ജോലി മേടിക്കാൻ ട്രൈ ചെയ്തതും ഇപ്പൊ ഡിഗ്രി ചെയ്യുന്നില്ലേ എന്നും അതുപോലെ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. വെരി നൈസ്. ഓക്കെ. ഓക്കെ, അത് വളരെ നല്ല കാര്യമല്ലേ? നമ്മുടെ അതെ. ലൈഫ് ജേർണിയിലെ ഏറ്റവും നല്ല Yes. സപ്പോർട്ടീവ് ആയിട്ടുള്ള ആള് തന്നെ നമുക്ക് സപ്പോർട്ടീവ് ആവുന്നില്ലേ? അതെ ഓക്കെ, അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതെ ആണ്. വളരെ നല്ലതാണ്. താങ്ക് യു. ഓക്കെ. ഇനി ആരാണ് നെക്സ്റ്റ് വരുന്നത്? ഞാൻ പറയട്ടെ മാം? ഓക്കെ പറയും. എൻ്റെ പേര് അർച്ചന, ബത്തേരിയാണ് വീട്. ഞാൻ ഡിഗ്രി ഇഗ്നോയിൽ തന്നെയാണ് ചെയ്തത്. ഇപ്പോ PG അതിൽ തന്നെ. അർച്ചനയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അർച്ചനയ്ക്ക് ഫീൽ ചെയ്തത് എന്താണ്? എന്താണ്? എപ്പോഴും ചിരിക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലും. സ്മൈലിംഗ് ആണ്, പോസിറ്റീവ് ആണെന്നല്ലേ? ശരിയാണ് കേട്ടോ. അർച്ചന എപ്പോഴും ചിരിച്ചിട്ടാ സംസാരിക്കുക. ഓക്കെ. സൂപ്പർ പവർ വല്ലതും താല്പര്യമുണ്ടോ? എന്തെങ്കിലും വേണമെന്ന്? മാം, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വലിയൊരു ലൈബ്രറി വീട്ടില്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വിചാരിക്കണ ബുക്ക് കയ്യിൽ കിട്ടണം, ലൈക്ക് ദാറ്റ്. ഓക്കെ. ശരിയാണ്. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാണ്? Thank you. ഇപ്പൊ എല്ലാവരും ഓൺ ആയിട്ടുണ്ട്. ഇനി വേഗം ഭാവിയിലെ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിങ്കേഴ്സും ഹിസ്റ്റോറിയൻസും ഒക്കെയാണ് ഇരിക്കുന്നത് ഒരു ഉഷാറില്ലാതെ. വൈ ദീസ്? എന്റെ പേര് അമൽ ടോം ജോസഫ്. ഞാൻ ചാവമ്പതാലിൽ നിന്ന് വരുന്നു, കോട്ടയം ജില്ല. ഞാൻ ഛത്തീസ്ഗഡിന്റെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം പ്രസിഡന്റ് വന്നേ ഉള്ളൂ, ഇവിടെ 1 month ആവുന്നേ ഉള്ളൂ. That's it. എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തത് ആരെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ? ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും? ഞാൻ കുറെ ടീച്ചേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നത് തന്നെ. പാസ്റ്റ് ടീച്ചേഴ്സ് ആണല്ലേ? പക്ഷെ അമലിനെ അടുത്തിരുന്ന ആരോ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട് ഇപ്പൊ, അല്ലേ? അതെ. ഓക്കെ. ശരി. ഓക്കെ. ഇനി ആരെങ്കിലും? എന്റെ പേര് നബീഹ്. ഓക്കെ. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ. എനിക്ക് ഇഷ്ടം ചിത്രം വരക്കാനാണ്. ചിത്രം വരക്കും. സൂപ്പർ പവർ എന്തെങ്കിലും? സൂപ്പർ പറക്കാൻ. ഓഹോ, അപ്പൊ നമ്മൾ ഒരേ എന്താണ് ഹൈഫൈ. ഓക്കെ. മാം, ഇവരൊക്കെ ഒരു ഉഷാറില്ലാതെ ഇരിക്കുക. സോ നമുക്കൊരു ഗെയിം ആയാലോ? ഓക്കെ ആണോ എല്ലാവരും? ഗെയിമോ? ഞാൻ ബുക്കൊക്കെ എടുത്ത് ഇവിടെ പഠിക്കാനിരിക്കാന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഇന്ന് നമ്മൾ എന്തായാലും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ. സമയമുണ്ട്. എല്ലാവരും എന്നോട് ക്ലാസ് എപ്പോഴാ തുടങ്ങാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഒക്കെ നമുക്ക് തുടങ്ങാം അല്ലെ? എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഒരു ചെറിയ ഗെയിം കളിക്കാം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിം നോക്കാം അല്ലെ? ഓക്കെ. അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമും നമ്മുടെ 8th ഓറിയന്റേഷൻ സെഷൻ ആണ്.
ഇത് നമ്മുടെ തീം ഒന്ന് പറയാണ്, ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിന്റെ പേര് അതായത് നമ്മുടെ ഗെയിമിന്റെ പേര് അമ്പാനെ ശ്രദ്ധിക്കണ്ടേന്നാണ്. എല്ലാവർക്കും ഒരു ചിരി വരുന്നു. ഓക്കെ, അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലതൊക്കെ നമ്മൾ വാവ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടോ? അത് ഇന്ന മൂവിയിലാണ് അല്ലെങ്കിൽ അത് ഇന്ന ക്യാരക്ടറിന്റെ BGM ആണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടോന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഫൺ എലമെന്റ് ആണ്. സോ എല്ലാവരും അറിയുന്നവരെല്ലാവരും എന്ത് ചെയ്യാൻ നോക്കുക, ആൻസർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. മാം സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ, സൗണ്ട് ഒന്ന് എനേബിൾ ആക്കണേ. സൗണ്ട് ഓക്കെ, ഒരൊറ്റ സെക്കൻഡ് കേട്ടോ മാം. ഇതിപ്പോ ഫസ്റ്റ് നമ്മള് ഒരു ട്രയൽ ട്രയൽ കാണിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ജസ്റ്റ് സൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മളൊരു BGM കേൾപ്പിക്കും, അതിനുശേഷം ആ ഇതേപോലെ പറയണം കേട്ടോ. ഓക്കെ, പറയാം. ഫസ്റ്റ് BGM കേൾപ്പിക്കും, എന്നിട്ട് ഇപ്പൊ കാണിച്ച പോലെ തന്നെ 20-ാം നൂറ്റാണ്ട് എന്നുള്ള ആൻസർ നിങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. അറിയോ? മീശമാധവൻ ഉറപ്പാണോ? യെസ്. മീശമാധവൻ. തിളക്കല്ലേ? ഒരു മാറ്റവും ഇല്ല. മിസ് തീരെ ചോദിക്കാൻ അതൊക്കെ ഞങ്ങള് അപ്പൊ നോക്കല്ലേ നമുക്ക്? കറക്റ്റ് ആണല്ലേ? ഓക്കെ, അപ്പൊ നോക്കാം. ഓ കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഉഷാറായിട്ട് ക്യാമൊക്കെ ഓൺ ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇരിക്കുക. ഏതാണ്? മിന്നാരം. മിന്നാരം. മിന്നാരാണ്? സ്വാതിയുടെ അത് മിന്നാരം ഏതോ ഒരു സമയം. ഉറപ്പാണല്ലേ? ആൻസർ ഉണ്ടോ? ഒട്ടൊന്നല്ലല്ലോ അല്ലെ? അല്ല, ജസ്റ്റ് ഒരു സെക്കൻഡ്. നമ്മളിപ്പോ നോക്കിയത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ജസ്റ്റ് ഓക്കെ, സ്റ്റോപ്പ് ഷെയർ കൊടുക്കും. ആരോ പാടുന്നുണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ നമുക്ക് ആ പാടുന്ന ആളുടെ പാട്ട് കേട്ടാലോ? ആരാണ് ഇവിടെ പാടിയത്? സ്വാതിയാണോ? അല്ല, ആരോ ഇപ്പൊ കാര്യമായിട്ട് മൂളി. വിഷ്ണു ആണോ? ഏതോ ഒരു പുരുഷ വോയിസ് ആയിരുന്നു. അതെ 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 അതെ. അല്ലാട്ടോ, ഞാനല്ല. അല്ല അല്ലെ? ആരാണ്? ആരോ. ആരോ. ഓക്കെ, ആരാണ് പാടിയത്? പാടിയ ആള് നമ്മളോടൊന്ന് പറയൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കാം. ഓക്കെ, ഏതാണ്? ഏതാണ്? കിലുക്കാണോ? ഉറപ്പാണ്? ഉറപ്പാണ്? ഏതാ? ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഏതാ? ആണല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, നോക്കി നോക്കാം അല്ലെ നമുക്ക്. നേരത്തെ പാടിയാണ് ഞങ്ങൾ പിടിക്കട്ടോ. ഇനിയും ട്യൂണ് വരുമ്പോ പാടും. അപ്പൊ നമുക്ക് നോക്കാം. അറിയാം, ഇത് ഉള്ളിലുള്ള ഒരു ഇൻബോൺ ടാലന്റ് ആണല്ലോ. ഓക്കെ,
മണിച്ചിത്രത്താഴ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. മനുഷ്യതാഴ് ഗംഗേ. നാഗവല്ലിയുടെ വിജയം. ഗംഗയെന്നൊക്കെ അല്ലേ? നാഗവല്ലിയുടെ നാഗവല്ലിയുടെ വിജയം. ഇതിപ്പോ എന്തായാലും നമ്മൾ ഏകദേശം അറിയാതിരിക്കില്ല. കാരണം അത്രയും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റ് മൂവീസ് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മൂവി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം അല്ലെ. കാന്താരല്ല, ട്രെയിലറാണോ? റോക്കി ബായ്ക്ക് ഇത്ര ഫാൻസ് ആണ്, ദൈവമേ എനിക്ക് വയ്യ. ഓക്കെ, നോക്കി നോക്കാം അല്ലെ, നമുക്ക് നോക്കാം. KGF ആണ്. ഇവർക്ക് സ്ലൈഡ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. കഴിയുന്ന വരെ സമയമുണ്ട്. ധൃതി മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലേ, മലയാളത്തിലെ ഏറ്റവും നല്ല വില്ലൻ BGM ആണ്. പിന്നെ ശരി, നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്. എന്നാ ഉറപ്പാണ്, കറക്റ്റ് ആണ്. നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ, ഒരു ഡൗട്ടും ഇല്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. കറക്റ്റ്. അല്ല, പടാർ ലവ് അല്ല. അല്ല 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 ആണ്, തട്ടത്തിമറയത്താണ്. അതെ അതെ. വരാന്തയിലൊക്കെ പോയി നിന്നുണ്ടോ? ചൂട് വന്നില്ല, തട്ടത്തിമറയത്തിന്റെ പകുതി ഡയലോഗ് ഇവിടെ വന്നു. ഡയലോഗ് വന്നു, ക്യാരക്ടർ വരാന്ത വരെ എത്തി. ആരെങ്കിലും ഉണ്ടോ പയ്യന്നൂർ കോളേജിന്റെ? പയ്യന്നൂർ കോളേജിലില്ല, കണ്ണൂർ ജില്ലയിലുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ആൻസർ നോക്കാല്ലേ. ഇനിയിപ്പോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് ചടങ്ങ് നടത്തിയേക്കാം, നോക്കാം. ഇവർക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലേ, കറക്റ്റ് ആയിട്ട് ഡയലോഗ് വിത്ത് ഡയലോഗ് ഡെലിവറി സീനൊക്കെ ഇനിയിപ്പം കുറച്ചും കൂടി സ്പേസ് ഉണ്ടെങ്കിൽ അഭിനയിച്ചിരിക്കാന്നൊക്കെ ആയിരിക്കും. വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കാം അല്ലെ. ആരെ പറഞ്ഞേ? രാജാറാണി സ്വാതിയാണോ? രാജാറാണി ഉറപ്പാണല്ലേ? ഉറപ്പ് ആയിരിക്കും. ഉറപ്പത്ര ഇല്ല, ആയിരിക്കും. ഇല്ലില്ല, ഉറപ്പാണ്. ക്ലൈമാക്സ് BGM ആണ്. ഉറപ്പാണ് BGM, ഒരു രക്ഷയില്ല, ഉറപ്പാണ്. എല്ലാ സിനിമയും കണ്ട് 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 വന്ന പിള്ളേരാ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഡൗട്ട്സ് അറ്റ് ഓൾ. തീരുവരെയാ. ഓക്കെ, ഞാൻ അടുത്ത നോക്കാം. കൺഫ്യൂസ്ഡ് ആയിട്ട് ഒന്നും വരുന്നില്ല, നോക്കാം.
എന്റെ പുഞ്ചി പാടിക്കോളൂ പാടിക്കോളൂ കേക്കട്ടെ ഞങ്ങള്. ബാക്കി പോരട്ടെ. ബാക്കി പോരട്ടെ. അതന്നെ കിട്ടട്ടെ അങ്ങട്ട്. എന്റെ കൽബിലെ വെണ്ണിലാവു നീ പോരട്ടെ. നിലാവ് കഴിഞ്ഞ് ബാക്കി. നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരിൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അടിപൊളി. വെരി ഗുഡ്. ആ പാടിയ കലാകാരൻ എന്താ ക്യാമറ അതെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു. ഓക്കെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ടീച്ചറാണ് നമ്മുടെ മാഷ്. ഓക്കെ അതെ. അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും പാടണമെങ്കിൽ പാടാട്ടോ. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ നമുക്ക് next പാടിയില്ലെങ്കിൽ നോക്കാം അല്ലെ. ബാക്കി ആദരങ്ങൾ പാടും. അതിനുള്ള അവസരം നമ്മൾ അതെ. ഉണ്ടാക്കരുത്. രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. മുമ്പേ മൂളിപ്പാട്ട് പാടിയ കലാകാരനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. മനു അല്ലേ? അല്ലല്ലല്ല അമൽ അമൽ അമലാണ്. അമൽ അമൽ നേരത്തെ പാടിയതല്ലേ. ഓക്കെ ഞാൻ വിചാരിച്ചിട്ട് വേറൊരു അമ്മിങ്ങും കൂടി കേട്ടിട്ടുണ്ടേ. ആ ഇതിനിടയ്ക്ക് നിങ്ങൾ ഹമ്മിങ്ങിന്റെ ഉടമയാണ് ഈ ഹമ്മിങ് പാടിയത്. അതെ അല്ലേ. ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കാം. മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ഉറപ്പാണല്ലേ? കുട്ടേട്ടാ. നമ്മളൊക്കെ 200 കോടിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 100% ഉറപ്പിൽ രണ്ട് അങ്ങോട്ട് വട്ടം. മഞ്ഞുമൽ ബോയ്സ് 2 പ്രാവശ്യം. കാര്യമായ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഓക്കെ ഇത്രയും നല്ലൊരു സർവൈവർ ത്രില്ലറൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചതാണ്. സോ നമുക്ക് ആൻസർ നോക്കാം അല്ലെ. നോക്കാം. നോക്കാം. ഇവർ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോ നമുക്ക് നോക്കണ്ടേ. ഓക്കെ നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത നേരറിയാൻ CBI. ഉറപ്പാണോ? നേരറിയാൻ CBI ആണ്. അടുത്തത് വേറെ ട്യൂണിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് ഓരോ ഇത് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാർട്ടിലും ട്യൂണിൽ വ്യത്യാസം ഉണ്ട്. സോ അംബാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഒരു 5 സീരീസ് ഉണ്ട് മൂവി. ഇനിയിപ്പോ ലിസ്റ്റ് എടുക്കും കണ്ടോളാം. ഇനിയിപ്പോ മനു ഓരോന്നും പറഞ്ഞു ആലോചിച്ചോണ്ടിരിക്കുക. ഫസ്റ്റത്തെ തൊട്ട് തുടങ്ങുക. എന്താ ജാഗ്രതയോ അങ്ങനെ തവണ തൊട്ട് അങ്ങനെ തുടങ്ങി വരികയാണ്. ഒരെണ്ണം ലോക്ക് ചെയ്യാം. കണ്ണുകൂട്ടി പറഞ്ഞു. ഒരു CBI ഡയറി കുറിപ്പ് ആണോ? അന്ന് ഫസ്റ്റ് തൊട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ബീറ്റ്സ് ഒക്കെ കയറി വരുന്നുണ്ട് അതിലൊക്കെ. നേരറിയാൻ ബീറ്റ്സ് ഒക്കെ വരുന്നോണ്ട് അതായിരിക്കും. നോക്കാം. ഇത്രയും എന്തായാലും CBI ആണ്. ഇവർക്ക് ആൻസർ ഡൗട്ട് ഒന്നുമില്ല. ആരുടെ BGM ആണ്, ഏതാണ് ബാക്ക്ഗ്രൗണ്ടാ? അതെ ഏതുരാമായിരുന്നു അല്ലേ? ഏതാ? ഞങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസും പൊളിറ്റിക്സും ഒക്കെയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല അല്ലേ?
കുറച്ച് ചരിത്രകാരന്മാരുടെ പൊളിറ്റിക്കൽ തിങ്കേഴ്സിന്റെ ഒക്കെ പേര് തരട്ടെ? ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ഒന്നുകൂടെ ബീജിയം ഇടുവോ? ഓക്കെ ഓക്കെ, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആവേശം 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 ഉറപ്പാണ് ഉറപ്പാണ് ആവേശം. ആവേശത്തിലാണ്ട് പറയുമ്പോ ഞങ്ങൾ എന്താ വിശ്വസിക്കാത്തല്ലേ? നോക്കാം ഈ ആവേശം കറക്റ്റ് ആണോ? ഓക്കെ, നോക്കാം. ഇനി അടുത്തത് നോക്കിയാലോ? ഇനി വേണോ? ആവേശം ഇനി വേണോ? ഒരെണ്ണം കൂടി നോക്കണോ? ഒന്നുകൂടെ അമല് ഭയങ്കര ആവേശത്തിലാ. ആവേശത്തിലാ. നോക്കാം. പ്രേമം 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 ഏതാ? പ്രേമം 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 ഉറപ്പാണ്. അതെ അതെ അതെ. മലർവാഴ അല്ല, വേറൊന്നല്ല. അല്ല, പ്രേമം 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 ഫിക്സ് ഉറപ്പാ. ഫിക്സ് ആണ്. ഓക്കെ, നോക്കാം. ഓ, നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം അല്ലേ? ഒരെണ്ണം കൂടി നോക്കാം. ഒരെണ്ണം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഗെയിം വൈൻഡ് അപ്പ് ചെയ്യാം. ദേവദൂതൻ 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 മോഹൻലാൽ ഉറപ്പാണത്. ഉറപ്പാണ്. നമ്മൾ ഇതൊക്കെ ഭയങ്കര ട്വിസ്റ്റിംഗ് ആണെന്നൊക്കെ വിചാരിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ദേവദൂതൻ ഉറപ്പാണല്ലേ? നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം ഇവിടെ എൻഡ് ചെയ്യാം അല്ലേ? ആൻസർ ഒന്ന് നോക്കിയിട്ട് ഇനി വേണോ? നോക്കിയില്ലേ? ആൻസർ കണ്ടില്ലേ? കണ്ടില്ലേ? ഓക്കേ. മതിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് ഇല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഇപ്പൊ നമ്മുടെ ഇത്രേ ഉള്ളൂ നമ്മുടെ സെഷൻ. സോ നിങ്ങൾ പേനയും ബുക്കും ഒന്നും പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുക, അത്രയും കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം തന്നെ. സോ ആരാണ് ഇനി അടുത്തത് പരിചയപ്പെടാൻ വരുന്നത്? ഗെയിമില് കാണിച്ച ഉഷാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരും ഇല്ല. ഇല്ല, അതെ. ആൽബിനാണോ? ഓക്കെ. എന്റെ പേര് ആൽബിൻ ജോഷി. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ പാലായിൽ ചേർത്തുങ്കൽ സ്കൂളിൽ LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മെഡിക്കൽ സ്റ്റോറും നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് നേരെ TTC ജോലിക്ക് കയറുന്നു. പിന്നെ ജോലിയുടെ പുറകെ പോയപ്പോഴേക്കും ഡിഗ്രി 2 പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യവും വെറുതെ പിന്നെ റീഅപ്ലൈ ചെയ്യാൻ പോയില്ല. അത് അതേപടി ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ലേൺ വൈസിന്റെ ഒരു പരസ്യം കാണുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. സമയമായും തോന്നി, ഇനിയെങ്കിലും എടുക്കണമെന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ബാക്കിയെല്ലാം ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇനി അടുത്തത് ആരാണ്? ഹായ് മാം, ഞാൻ പറയാം. ഓക്കെ, സുബർണ വരൂ. എന്റെ പേര് സുബർണ. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, ചെർപ്പശ്ശേരി എന്ന് പറയും. അവിടെ നിന്നാണ്. ഞാൻ മാരീഡ് ആണ്. 3 ബേബീസ് ഉണ്ട്.
പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സൂപ്പർ പവർ എന്തെങ്കിലും വേണമെന്നുണ്ടോ? പവറൊന്നും അങ്ങനെയൊന്നും ഇപ്പൊന്നും പ്ലാനിലില്ല. ഇല്ല അല്ലെ? ഇല്ല. ഓക്കെ. വാണിമ മ്യൂട്ടാണ്. അല്ല, സൂപ്പർ പവർ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? ഇപ്പൊ എങ്ങാനും പ്ലാൻ പ്ലാനിങ് ചെയ്താല് എന്തായിരിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നത്? കേൾക്കുന്നുണ്ടോ സുവർണ? എന്താണ് ഒന്നുകൂടെ പറയൂ. അല്ല, നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ എന്തായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവാം സൂപ്പർ പവർ? സൂപ്പർ പവർ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ലിമിറ്റ് ടൈമേ ഉണ്ടാവൂ. അതിന്റെ ഇടയിൽ എന്താ കൂടുതൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓ അങ്ങനെ ചിട്ടി റോബോട്ടൊക്കെയാണോ ഉദ്ദേശിച്ചത്? നമ്മളിങ്ങനെ അതാണോ? എനിക്ക് ബേബീസിനെയൊക്കെ വെച്ച് പഠിക്കാൻ കുറച്ച് എന്താ പറയാ പ്രശ്നമാണ്. കുറച്ചധികം അപ്പൊ മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെ? പെട്ടെന്ന് അത് മനസ്സിലാക്കാനും പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, ശരി. അതിന് നമ്മൾ നല്ലോണം വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആരാ? പറയട്ടെ. ഓ പറഞ്ഞോളൂ. എന്റെ പേര് റസീന. ഞാൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടക്കാരിയാണ്. നിലവിൽ വയനാട് മീനങ്ങാടിയിൽ 2 വർഷമായിട്ട് താമസിക്കുന്നു. 2 കുട്ടികളുണ്ട്. മൂത്തയാള് 3ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആള് pre-KG ഇപ്പൊ പഠിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ റീൽസ് കണ്ടുപോയ വഴിക്ക് കണ്ടതാണ് ലേൺ വേസ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒന്ന് MG യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റന്റ് ആയിട്ട് ചേർന്നായിരുന്നു. അത് പരാജയപ്പെട്ടു. അതിന്റെ പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച്. പിന്നെ ഇത് കണ്ടപ്പോ അപ്പൊ തന്നെ ഇത് നമ്മുടെ പേരൊക്കെ അങ്ങോട്ട് കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം വിളിച്ച് അങ്ങനെ വന്ന് ഇൻഷാല്ലാ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കംപ്ലീറ്റ് ആക്കണം, PG കംപ്ലീറ്റ് ആക്കി എടുക്കണം എന്നുള്ള കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഇതിൽ കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, സാധിക്കും. സോ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി ആരാണ്? ഓക്കെ, ഞാനല്ലേ? ആ പറയണം. എന്റെ ഒരു മനു ഗോവിന്ദ് എന്നാണ്. മനു ക്യാമോണാണോ? കേമോണാണ്. ഓക്കെ, എന്റെ ഒരു മനു ഗോവിന്ദ് എന്നാണ്. അപ്പം ഞാൻ അവിടെ കോഴിക്കോട് മാവൂരാണ് സ്ഥലം. ഞാൻ അവിടെ മീൻചന്ത ആർക്കെമിഷൻ സ്കൂള് LP വർക്ക് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറ. ആർക്കെമിഷൻ സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു, BA മലയാളത്തിന്. അപ്പൊ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വൈകി. പിന്നെ എക്സാമിന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അത് ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. ഫസ്റ്റ് ഇയർ എക്സാം തന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. പിന്നെ ഇപ്പത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാല്, ഇവിടെ ഞാൻ ഏത് നിമിഷവും ഞാൻ അതിന്ന് ലെഫ്റ്റ് ആവും. കാരണം നാട്ടില് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആണ്. ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമാണ്. പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞ് നമ്മുടെ ചുറ്റൂർ വെള്ളമാണ്, റോഡിന്റെ മുകളൊക്കെ വെള്ളമാണ്. ഓക്കെ. എവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു? മാവൂര്. ഓക്കെ. എന്നാലും ശരി, മനു ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തല്ലോ, ഇത്ര ആക്റ്റീവ് ആയിട്ട് തന്നെ അല്ലേ? ഓണാക്കി വെച്ചിട്ട് ആള് ആ ഒരു സമയം ഇതൊന്നും എല്ലാം ടെൻഷൻസും വിട്ടിട്ട് ഇവിടെ വന്നിരുന്നല്ലോ. നമുക്ക് നാളെ ലീവ് ഒന്നും തന്നില്ല കളക്ട്. കാരണം നമുക്ക് എന്ന് വെച്ചാല് ഇവിടെ അടുത്തുള്ള സ്കൂളുകളൊക്കെ ലീവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ ലീവ് തന്നില്ല ഈ പ്രാവശ്യം. നാളെ പോകേണ്ടി വരും. ശരി, എന്നാൽ മനു, താങ്ക് യു. ഇനി അടുത്തത് ആരാണ്? രേഷ്മയാണോ? വരുന്നത്. രേഷ്മ, ഒരു ഹെഡ്സെറ്റ് ഒന്ന് ഹെഡ്ഫോൺ ഒന്ന് അടുപ്പിച്ച് വെക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഹലോ,
പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് 1 കൊല്ലം ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാ. ലേൺ പൈസ കണ്ടപ്പോ ഇത് പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസം കിട്ടിയതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ വിളിച്ചത്. അങ്ങനെ എടുക്കാം, നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ പറ്റും എന്നാണ് വിചാരം. ഓക്കെ മേഡം പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്താണ് സ്പെഷ്യൽ പവർ എന്തെങ്കിലും കിട്ടിയാൽ രശ്മി എന്ത് ചെയ്യും? സ്പെഷ്യൽ പവറിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഉള്ള മാതിരിയൊക്കെ അത്യാവശ്യം സന്തോഷമായിട്ട് തിരിച്ചു പോയാൽ മതി എന്നാണ് വിചാരം. ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും പറയൂ. ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാള് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ചുറ്റിനുള്ള കുറച്ച് നമ്മളെക്കാൾ കുറച്ചും കൂടി പ്രായം കുറഞ്ഞവരായാലും അവര് എന്താ പറയാ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഇച്ചിരി കൂടി നല്ലമാതിരി ആക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ട് പോണത് കാണുമ്പോ നമുക്കൊരു ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോന്നുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്നത്. പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വരുന്നത്. ഒരാളായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, കുറെ ആൾക്കാരുടെ കൂടെ പറയാം. ശരി, ഇനി ആരാണ്? ഗൗരി വരും. ഗൗരി കേൾക്കുന്നുണ്ട്. എന്റെ പേര് ഗൗരി എന്നാണ്. ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഇപ്പൊ SSCക്ക് പഠിക്കുക. അതിന്റെ കൂടെ ഡിഗ്രി എടുക്കുക. ഓക്കെ, പറഞ്ഞോളൂ. ഗൗരിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. വരയ്ക്കാൻ, പെയിന്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പടമൊക്കെ വരയ്ക്കുവോ? ഏറെക്കുറെ. ഓക്കെ, എങ്ങനത്തെ പടങ്ങളാ വരയ്ക്കുന്നത്? സാധാ നമ്മൾ ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ആണല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ സീനറി ഒക്കെ വരച്ചു പോകത്തില്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ? വലുതായിട്ടൊന്നും വരയ്ക്കത്തില്ല. ഞങ്ങൾ ചെറുതായിട്ട് നോക്കിയൊക്കെ കുറെയൊക്കെ വരയ്ക്കാറുണ്ട്. വരയ്ക്കും അല്ലേ? ഓക്കെ, ശരി ഗൗരി, താങ്ക് യു. ഇനി ആരെങ്കിലും പരിചയപ്പെടാൻ വരുന്നുണ്ടോ? അതോ നമുക്കൊരു ഗെയിമിലോട്ട് പോയിട്ട് വരണോ? ഇനിയിപ്പോ ജസ്നയുണ്ട്, അതേപോലെ തന്നെ 5 ആരാണ് അടുത്തത്? അടുത്തത് ജസ്നയുണ്ട്, ശ്രുതി ഉണ്ട്, ഹൃതിക ഉണ്ട്. ആരുടെ ഈ നമ്പർ ഒന്ന് റീനെയിം ചെയ്യാൻ പറ്റുമോ? ദെൻ മനു ഉണ്ട്. ഒരു ഗെയിമും കൂടി വന്നിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യോ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിലോട്ട് പോവാം. ഓക്കെ, ഗെയിമിലോട്ട് പോയാലോ? അപ്പൊ ഈ ഗെയിം ഒക്കെ കളിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ക്യാം ഒക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചാലാണ് ഇത് നമുക്ക് കളിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ മാക്സിമം ക്യാം ഓൺ ആക്കുക. ഇനിയിപ്പോ ഞാൻ സംസാരിക്കണല്ലോ, നേരത്തെ പോലെ പറയണല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ക്യാം ഒന്ന് ഓൺ ആക്കി വെച്ചിരുന്നാൽ അതാണ് ഈ ഗെയിമിന്റെ ഒരു ഇത് അല്ലേ മാം? അതെ, ക്യാമറ ഇരുന്നിട്ട് കളിക്കാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് എണീറ്റ് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഒന്ന് ഓൾ സെറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ ക്യാം ഓൺ ആക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ഒന്ന് ക്യാം ഓൺ ആക്കൂ കേട്ടോ. സ്വാതിയൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരുന്നതാണ്. സ്വാതി, ക്യാം ഒന്ന് ഓൺ ആക്കൂ. ഗൗരി എവിടെ? എല്ലാവരും ക്യാം ഓൺ ആക്കി നമുക്ക് വേഗം ഗെയിം എടുക്കാം. മാം 1 മിനിറ്റ് ഓൺ ആക്കാം. ഓക്കെ. നബീഹൊക്കെ എവിടെയാണ്? ക്യാം ഓൺ ആക്കൂ പ്ലീസ്. രേഷ്മ, അമലെത്തി. അമൽ ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് പോയ അമലാണ് ഇല്ലേ? ഇല്ല, ചെറിയ ഇഷ്യൂ ഉണ്ട്. ഞാനൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ക്യാം ഓൺ ആക്കാം. അടുത്തത് ശ്രുതി എവിടെ? ശ്രുതി, ഹലോ, ക്യാം ഓൺ ആക്കടാ പ്ലീസ്. മാം ഓൺ ആക്കട്ടോ, മക്കള് വന്നിട്ടുണ്ട്.
ആ സാരില്ല, നമുക്ക് ഇത് ഫണ്ണാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇഷ്യൂ ഉള്ള നമ്മളിവിടെ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ഹാപ്പി മോഡിൽ നമ്മൾ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻ ആണ്. സോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ബാക്കിലൊക്കെ എന്ത് നടന്നോട്ടെ, നമുക്ക് മൂവ് ഓൺ ചെയ്യാം കേട്ടോ. ഇത് ക്യാമറ ഓൺ ചെയ്താൽ അതെ, കുട്ടീസ് ഉണ്ടായിക്കോട്ടെ, അവർക്കും നോക്കാം കേട്ടോ. അവർക്കും ഈ ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്. ജസ്ന, കൃതിക, എല്ലാവരും ഒന്ന് ഓൺ ചെയ്യോ പ്ലീസ്. ഓക്കെ, മനോജ്. ഓക്കെ, അപ്പോ മാം ഒന്ന് ഷെയർ ചെയ്യോ? ഓക്കെ, നമ്മളുടെ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഗെയിമിന്റെ പേര് ഗ്രാബ് ആൻഡ് റൺ എന്നാണ്. ഗ്രാബ് ആൻഡ് റൺ എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയും. നിങ്ങൾ ഓടരുത്, എടുത്ത് ഞങ്ങളെ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോ ഓക്കെ, ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റംസ് ആവാം. ഈ പിക്ചറിൽ, ഇമേജിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളത് വേഗം പോയി എടുത്തോണ്ട് വന്ന് ക്യാമറയിൽ കാണിക്കാം. അപ്പൊ ഫസ്റ്റ് ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ തുടങ്ങാമല്ലോ. തുടങ്ങരുതോ? റെഡി? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ കാണിക്കുന്ന നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കാം. ഓക്കെ, എല്ലാം നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബുക്ക് എല്ലാരും ബുക്കാണ്. വേഗം എടുത്തു. ഓക്കെ, ആൽബിന്റെ കയ്യിലുണ്ട്. ദെൻ ആരാണ്? അർച്ചനയുടെ കയ്യിലുണ്ട്. ദെൻ സബീഹ എടുത്തു. ഓക്കെ, ദെൻ അമല വരുമല്ലോ. ജസ്ന ബുക്ക് ഒന്നും എടുത്തു വെച്ചില്ലേ? അപ്പൊ നമുക്കൊന്ന് പഠിക്കണ്ടായിരുന്നോ? കയ്യിലുണ്ട്. ഓക്കെ, ബുക്ക് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ നോട്ടൊക്കെ എഴുതിയെടുക്കാൻ ഭയങ്കര പങ്ക്ച്വൽ ആയിട്ട് ഫസ്റ്റ് ഡേയിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കയ്യിലുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാം അല്ലെ. ഇതിപ്പോ എല്ലാവരും കിട്ടി. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ബുക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? മാം എന്റെ കയ്യിൽ ബുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ആയിക്കോട്ടെ കേട്ടോ. ശരി, നമ്മൾ ക്യാമറ ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്യൂ കാരണല്ലേ. ഓക്കെ, ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് കപ്പ്. എടുത്തിട്ട് വാ ടീച്ചറെ. കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ആൽബിൻ കാണിച്ചിട്ടുണ്ട്. രേഷ്മ അവിടെ ആളെ വിട്ടിരിക്കാം. കപ്പ ആവശ്യമില്ല വരുമെന്നുള്ളത് ശ്രുതിയുടെ കയ്യില് കണ്ടു. ശ്രുതി എടുത്തിട്ടുണ്ട്. ഗൗരി എടുത്തുവോ? ഗൗരി രേഷ്മ പറയാം, എത്ര നേരോട് പറയാം, എന്നിട്ട് കൊണ്ടുവാ. കപ്പ് ചോദിച്ചോണ്ടിരിക്കുക. സുവർണയുടെ കയ്യിലുണ്ട്. അമൽ കൊണ്ടുവന്നു. ഓക്കെ, ആൽബിൻ അവിടെ അങ്ങ് ഇരിപ്പാ. വയ്യ. അസിസ്റ്റന്റ് ഉണ്ട്. ആരോടെ കപ്പ് കാണിക്കാൻ വരുന്നേ? ആരാത്? ആരാണ്? നമുക്കൊരു ബിഗ് പാർട്ടിസിപ്പന്റിനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഓക്കെ, അപ്പൊ കപ്പ് എല്ലാവരുടെ കയ്യിലും ഏകദേശം ആയല്ലേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ്. ശ്രുതി എന്തിയേ? ശ്രുതി ഒരു റെഡ് മഗ് ആദ്യം കാണിച്ചു. എന്തിയത് കാണിച്ചേ? കപ്പൊന്ന് കാണിച്ചേ. ഗിഫ്റ്റ് ആണ്. ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു വസ്തു. ഇവിടെ നമ്മുടെ കോമൺ സെൻസ് കാര്യമായിട്ട് ഉപയോഗിക്കണം. സ്മാർട്ട് വർക്ക് ആണോ ഹാർഡ് വർക്ക് ആണോ നോക്കട്ടെ നമ്മള്. ഓക്കെ, രേഷ്മ കാണിച്ചു. അടിപൊളിയല്ലേ? അവിടെ ബട്ടൺ ഉണ്ട്. ഓക്കെ, ആൽബിന്റെ സ്പീക്കർ ആണല്ലേ. ഓക്കെ, സ്പീക്കർ. ഓക്കെ, അമലിന്റെ കയ്യിൽ എന്താണത്? സ്പീക്കർ ആണ്. ഓക്കെ, കാൽക്കുലേറ്റർ. അപ്പൊ കോമൺ സെൻസ് അത്യാവശ്യം ഉണ്ട്. ശ്രുതിയുടെ കയ്യിൽ ഷർട്ട് ഉണ്ട്. ഗൗരിയുടെ കയ്യിൽ എന്താണ്? ഡ്രസ്സിന്റെ ഓക്കെ, സുബർണ റിമോട്ട് എടുത്തു. വെരി ഗുഡ്, നൈസ് മൂവ് ആയിരുന്നു. രേഷ്മയുടെ അത്രയ്ക്കില്ല കേട്ടോ. രേഷ്മ അടുത്തിരിക്കണ കൊട എടുത്തിട്ട്
ദാ ബട്ടൺ. സിമ്പിൾ ആയിട്ട്. ഓക്കെ, അത് നമ്മളാരും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ, അടുത്തത് എല്ലാവരും നോക്കാം. ഓക്കെ. റസീൻ എന്താ കാണിച്ചേ? ഷർട്ട്. ആ, ഷർട്ട് ആണല്ലേ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. സ്പെക്സ്. കണ്ണട. ശ്രുതി. ഓ, ആ, ശ്രുതി, ഇതൊക്കെ എന്ത് കയ്യിലുണ്ട്, ഇരിക്കല്ലേ? ഓക്കെ. കയ്യിലുണ്ട്. ഓക്കെ, ദെൻ ആരാണ്? രേഷ്മ കൊണ്ടുവന്നു. ആ, അമലിന് നിരാശയുണ്ടല്ലോ. എന്ത് പറ്റി? സ്പെക്സ് ഇല്ല, സ്പെക്സ് ഇല്ല, സ്പെക്സ് ഇല്ല. ഞാൻ എന്നെ കാണാൻ പറ്റുന്നില്ലേ? ആ, കാണാൻ സ്വാതിയുടെ പറ്റുന്നുണ്ട് സ്വാതി. സ്വാതിയുടെ കണ്ണ്. ആരുണ്ടോ അവിടെ? കളിയൊക്കെ തോന്നുന്നു. ആ, നല്ല കണ്ണട. അയ്യോ, ഇതിൽ സ്വാതിയുടെ എല്ലാരും ഒന്ന് കാണാൻ. കാണിച്ചു തരാം. ഓക്കെ, അമല് വിഷമിക്കണ്ട, നമുക്ക് അടുത്തേല് പിടിക്കാം കേട്ടോ. ഓക്കെ മാം, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, റസീനയുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ജസ്ന എവിടെ? ജസ്ന പോയി. കണ്ണാടി എടുക്കാൻ പോയതായിരിക്കും. അതെ, ഇത്രയും സാധനങ്ങൾ വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെന്നും ബുക്കും പിടിച്ചിരിക്കുന്ന ഞങ്ങളോട് ഇതൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിരുന്ന ആരെങ്കിലും അറിഞ്ഞോ അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം അല്ലെ. ഗ്രാബ് സംതിങ് മെയ്ഡ് ഇൻ വുഡ്. തടി കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തു. ചെയർ കാണിച്ചാ മതിയോ? ആ, ഓക്കെ. സ്വാതി കാണിച്ചു. വിഷ്ണു. ചെയർ മതിയോ? ശ്രുതി കാണിച്ചു. വിഷ്ണു കാണിച്ചു. കബോർഡ്. ഗൗരി പെൻ സ്റ്റാൻഡ് കാണിച്ചു. ഓക്കെ, അർച്ചന എന്താ കാണിക്കുന്ന? ചെയർ ആണല്ലേ. ഓക്കെ, അമലിന്റെ കയ്യിൽ ഇത് എന്താണ്? കണ്ണാടിയുടെ പുറകുവശം. ബാക്ക് സൈഡ്. ഓക്കെ, സുവർണ ചെയർ കാണിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സ്വാതി ഇരിക്കുന്ന ചെയർ ആണോ കാണിച്ചത്? ഓക്കെ ഓക്കെ, ആൽബിൻ കാണിച്ചിട്ടുണ്ട്. ആൽബിൻ കാണിച്ചു. റസീന കാണിച്ച്. ഓക്കെ, ഇനി ആരാണ്? ഒരു ഇതെല്ലാവരും കാണിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അടുത്ത നോക്കാം. ഇനി അടുത്തത് നോക്കാം. USB ചാർജിങ് കേബിൾ. ഇതില്ലാതെ ഇരിക്കില്ല. ആൽബിൻ കാണിച്ചു. ഫ്രണ്ട് ഇല്ലേലും ജീവിക്കാം, ബോയ് ഫ്രണ്ട് ഇല്ലേലും ജീവിക്കാം. സ്വാതി കാണിച്ചിട്ടുണ്ട്. അമല് കാണിച്ചു. അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാരും കാണിക്കുന്നുണ്ട്. ആവശ്യമില്ല. ഗൗരിയുടെ കയ്യില് മാത്രം കാണിച്ചു. കുട്ടി മാത്രം കാണിച്ചു. കാണിച്ചിട്ടുണ്ട്. ആ, രേഷ്മ ക്യാമറയുടെ മുമ്പിലും കിട്ടിയേക്കും. അതാ കാണും. കണ്ടോ? അല്ലേ, എങ്ങനെ ഇതോ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ആള് സിമ്പിൾ ആയിട്ടല്ല. ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത്. നബിഹൊക്കെ എന്തോ എടുക്കാൻ പോയതാ. ഇങ്ങോട്ട് വരൂ, നമ്മള് രണ്ടാമത്തെ റെഡ് ഇൻ കളർ. ഓക്കെ, ശ്രുതി കാണിച്ചു. ഫസ്റ്റ് ശ്രുതി കാണിച്ചിരിക്കുന്നു. ഓ, വെരി ഗുഡ്. കാണിച്ചു. ഓക്കെ, സ്പൈഡർമാൻ ആണോ അതിന്റെ തീം? സ്വാതി. അതെ അതെ. ഓക്കെ, വിഷ്ണുവിന്റെ കയ്യില് കണ്ടു. റസീനയുടെ കയ്യില് നോക്കൂ, മറ്റേ ഇതില്ലേ നമ്മുടെ കുട്ടികളുടെ അല്ലെ ബിൽഡിംഗ് സെറ്റിന്റെ പോർഷൻ. അതെ അതെ, അത് അവിടെ പരന്ന് കിടക്കുന്നുണ്ടാവും. പെട്ടെന്ന് കിട്ടുന്ന സാധനം അത് കുട്ടികളുടെ അമല് പിന്നെ കാണിച്ചിട്ടുണ്ട്. ഗൗരി കാണിച്ചു. സുവർണ ഡ്രസ് ആണല്ലേ. ഓക്കെ, അതെന്താണ്? ബുക്കാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അർച്ചന ബുക്കല്ല, പേപ്പർ ആണ്. മറ്റേ കളർ ചാർട്ട് പേപ്പർ ഇല്ലേ അത്. കൊച്ചു സമ്മതിക്കുന്നില്ല. ഒന്ന് കാണിച്ചോട്ടോ കുഞ്ഞെ. വെറൈറ്റി സ്വാതിയുടെ ആയിരുന്നു കേട്ടോ, സ്പൈഡർമാന്റെ കൊട. എനിക്കത് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. രേഷ്മ റെഡ് പെന്ന് കാണിച്ചിട്ടുണ്ട്. രേഷ്മയുടെ കയ്യിലിരിക്കുന്ന ടേബിളിന്റെ മാറ്റില്ലേ? അതെ, പെട്ടെന്ന് ഓർത്തില്ല. കൊട പോയ പോലെ അത് അങ്ങോട്ട് ചിന്തയിലേക്ക് വന്നില്ല. നെക്സ്റ്റ് നോക്കാം. വാട്ടർ ബോട്ടിൽ. ഓ, അമലിന്റെ കയ്യില്. അമൽ സ്പോട്ടിൽ എടുത്ത്. ഓക്കെ, രേഷ്മയുടെ കയ്യിലുണ്ട്. റസീനയുടെ കയ്യില് നല്ല സാധനമുള്ളതാ. കീച്ചെയിൻ അല്ലേടാ? ആദ്യം ഇവിടെ ഇരുന്നു ഇപ്പൊ ചോദിച്ചത്.
ഫുൾ മക്കളുടെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവരിക. ആ പെട്ടിയുണ്ട് പൊതുവെ സ്വാതി വീട്ടിലുണ്ടാ കാണിച്ചു, സ്വാതിയുടെ കയ്യിലുണ്ട്, സുവർണ കാണിച്ചു. എന്റെ കയ്യിലുണ്ട്. ഓക്കെ. ശ്രുതിയുടെ കയ്യിലുണ്ടോ? ഈ റൂമിന് പുറത്ത് റേഞ്ച് കിട്ടത്തില്ല. ഓക്കെ ഓക്കെ. അർച്ചന കാണിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഗൗരി ഗൗരി പുറത്ത് പോയ റേഞ്ചിന്റെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഒരു വിധം കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. കളർ പെൻസിൽ. ഈ കൂട്ടത്തിലെ അമ്മമാരൊരു ഓട്ടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന്റെ ആ സാധനത്തിൽ നിന്ന് അടുത്തത് എടുത്തട്ടോ. ക്രയോൺസ് എടുത്ത് ശ്രുതിയുടെ കയ്യിലുണ്ട്. ശ്രുതി പിക്ചർ കാണിച്ചു, ഗൗരിയുടെ കയ്യിലുണ്ട്. പെണ്ണായാലും പ്രശ്നമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. കളർ പെണ്ണായാലും കുഴപ്പമില്ല കേട്ടോ. വിഷ്ണു കാണിച്ചു. സ്വാതിയുടെ കയ്യില് ഓക്കെ. അമ്പ അത് മതി, നമുക്ക് ജസ്റ്റ് 1-2 മതി. വിഷ്ണുവിന്റെ കയ്യിലില്ല അല്ലെ? കാണിച്ചിട്ടുണ്ട്. മാർക്കർ ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ അർച്ചനയ്ക്ക് മനസ്സിലായില്ലേ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഗെയിം കളിച്ചപ്പോ എങ്ങനെ ഉണ്ടെന്നുള്ളത്? അവരാണ് ഫസ്റ്റ് വേഗം കൊണ്ടുവരുന്നത്. അതെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്. മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു വസ്തു. ഓക്കെ. ശ്രുതി നെയിൽ കട്ടർ ആണല്ലേ? ഓക്കെ. അടുത്തത് കത്തി എടുത്തു. സ്വാതിയുടെ കയ്യില് കത്തി. വെച്ചിങ്ങനെ നബീഹിന്റെ കയ്യില് മറ്റേ എന്താ ഡിവൈഡർ അല്ലേ? ഡിവൈഡർ ആണ്. സൈഡ് മൂർച്ചയുണ്ട്. എനിക്കും വയ്യ, ഇത് മൂർച്ചയുള്ളതാണ്, ഇത് ഷാർപ്പാണ് എന്നൊക്കെ ആള്. ഓക്കെ. ഗൗരി കോമ്പസ് ഒക്കെ. ആക്ച്വലി മക്കളെ നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഒരാള് ഡിവൈഡർ എടുക്കുന്നുണ്ട്, ഒരാള് കോമ്പസ് എടുക്കുന്നുണ്ട്. ഓക്കെ. സുപർണയുടെ കയ്യിൽ കത്തി കാണിച്ചിട്ടുണ്ട്. ഓക്കെ. റസീന കത്തിയാണ്. ഓക്കെ. അമൽ എന്താ? മൂർച്ചയുള്ള കണ്ടിലൊക്കെയാണ് കേട്ടോ, സൂക്ഷിക്കുക. മൂർച്ചയുള്ള സാധനമൊക്കെ അവിടെ വെച്ചേര്. ഓക്കെ. വിഷ്ണു എന്താണ്? വിഷ്ണു കാണിച്ചിട്ടുണ്ട് സ്റ്റാപ്ലർ. ഇവിടുത്തെ അമ്മമാരായിട്ടുള്ള എല്ലാവരും കത്തിയാണ് കൊണ്ടുവന്നത്. കണ്ടോ? കുട്ടി കണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ്. രേഷ്മയുടെ കയ്യിലുണ്ട് ഓൾറെഡി. ശ്രുതിയുടെ കയ്യിലുണ്ട്. ഓക്കെ. ആൽബിന്റെ കയ്യിലുണ്ട്. പുറത്തിറങ്ങിയ റേഞ്ച് ഉണ്ടാവില്ല മിസ്. ഓക്കേടാ. ഓക്കെ. എന്റെ കയ്യില് ഓ, വിഷ്ണു വളരെ ബുദ്ധിപരമായൊരു നീക്കം. ഓക്കെ. സ്വാതി കാണിച്ചു. ഓക്കെ. സ്വാതിയാണ് കേട്ടോ ഗ്രാബ് ആൻഡ് റണ്ണ് ചെയ്യുന്ന ആള്. ഓടി നടന്നിട്ട് കൊണ്ടുവരുന്നത്. ബാക്കി എല്ലാരും അവിടെ നിന്ന് എടുത്തു. ഇവിടെ ആരുമില്ല, അസിസ്റ്റന്റ് ആരുമില്ല, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. അടുത്തത് നോക്കാം. ഓക്കെ. ആൽബിന്റെ കയ്യിലുണ്ട്. നബിക്ക് കാണിച്ചു. രേഷ്മയുടെ കയ്യിലുണ്ട്. സ്വാതി. ഓക്കെ. അമല എവിടെ? ബാഗ് എടുക്കാൻ പോയതാണോ? എടുക്കാൻ പോയതാണോ? ഓക്കെ. അശ്രിയ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്. ഓക്കെ. സുപർണ കൊണ്ടുവരട്ടെ. റസീനെ കൊണ്ടുവന്നു. ആള് മര്യാദക്ക് എടുത്തില്ല. ഞാൻ തന്നെ പോയിട്ട് വരാന്നൊക്കെ. അമല് കൊണ്ടുവന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അടുത്തത് നോക്കുന്നു. അടുത്തത്
think that is soft. സോഫ്റ്റ് പില്ലോ മതിയാ? ആ സോഫ്റ്റ് ആയിട്ടുള്ള ആൽവിൻ ടവൽ അല്ലേ? സ്പെക്സ്. ഓക്കെ, നബിഹ് പില്ലോ കാണിച്ചിട്ടുണ്ട്. ഒരു പില്ലോ. ഓക്കെ, ശ്രുതി എന്താ അത്? എന്താണ് അത്? സ്പോഞ്ചോ? ഇത് ഹെൽമെറ്റിന്റെ അകത്തുള്ള ഒരു സ്പോഞ്ച്. ആ ഹെൽമെറ്റിന്റെ ഓക്കെ, സുപർണയുടെ കയ്യിൽ എന്താണത്? എന്താണത്? ക്ലോത്ത് ആണോ അല്ലേ? ക്ലോത്ത് ആണ്. ഓക്കെ ഓക്കെ. മറ്റേ അല്ലല്ലോ, അർച്ചനയുടെ വൈപ്പ് കയ്യിൽ ആണോ? എന്താണത്? വൈപ്പാണ്, വൈപ്സ് ആണ്. ടർക്കി ആണല്ലേ. ആവശ്യം വരും വെച്ചോ. ഓക്കെ, അമലിന്റെ കയ്യിൽ എന്താ? ഞാനാണ് സോഫ്റ്റ് എന്നാണോ? ഞാൻ തന്നെ എന്റെ കൈ സോഫ്റ്റ് മാം, എന്റെ കൈ സോഫ്റ്റാ. അപ്പൊ എന്റെ മനസ്സ് സോഫ്റ്റ് ആണ് എന്നൊക്കെ. ഞാനൊരു ലോല ഹൃദയനായി പോയില്ലേ. കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം അല്ലേ? ഒരെണ്ണം കൂടി നോക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. അല്ല, അത് ഇപ്പൊ സോഫ്റ്റ് കാണിച്ചതാടാ വാണി. മാം മ്യൂട്ട് ആണ് മാം. നെക്സ്റ്റ് വന്നില്ലേ? വന്നില്ല. ഇപ്പോഴോ? ഗ്ലാസ് ഓഫ് വാട്ടർ. വെറും ഗ്ലാസ് അല്ല, വെള്ളം വേണേ. വെള്ളം ഉണ്ടോ? എടുക്കാൻ പോകേണ്ടവർ പറ്റില്ല. സ്വാതി എടുത്തുവോ? അങ്ങോട്ട് കുടിച്ചു. ആദ്യം അത്രയും നടന്നിരിക്കണു. അതിനാണ് നമ്മൾ ഈ ലാസ്റ്റ് സ്ലൈഡ് നിങ്ങളൊക്കെ ഓടി ക്ഷീണിച്ചതല്ലേ? അമ്മ ഇനി വെള്ളമായിട്ട് വരണം. അമ്മ ഗെയിമിൽ പങ്കെടുക്കണം. നീ പഠിക്കാനാന്നും പറഞ്ഞ് ഈ ഫോണിൽ കുത്തിരുന്നിട്ട് അവിടെ ഇരുന്ന് എന്നോട് വെള്ളം അമ്മേ വെള്ളം, അമ്മേ ചോറ്. ആദ്യം കുടിച്ചു അതല്ലേ? ഓക്കെ, റസീനയുടെ കയ്യിലുണ്ട്. ഓക്കെ, രേഷ്മിക്ക് അസിസ്റ്റന്റ് ഉണ്ട്. സുബറിനെ എടുത്തിട്ട് വന്നു. ആൽബിന്റെ വെള്ളം വരാൻ വെയിറ്റ് ചെയ്തിരിക്കും. സീരിയല് കാണാൻ ഇടയ്ക്ക് വെള്ളം വേണമെങ്കിൽ പോയി എടുത്ത് കുടിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരിക്കും മിക്കവാറല്ലേ? അവരോട് അങ്ങനെ പറയാവോ? എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. എന്റെ പേര് ശ്രുതി. ഞാൻ കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ പഠിച്ചത്. ഹിസ്റ്ററി പൊതുവെ വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കണം എന്നുള്ള വാശി കൊണ്ടാണ് എന്നെ ഹിസ്റ്ററി ഓപ്റ്റ് ചെയ്ത് തേടിയിരിക്കുന്നത്. പറയും. ഇനി ആരെങ്കിലും? ആരല്ലേ? ഞാനാ. ജസ്ന പോയോ? പറയും. കേക്കുന്നുണ്ട് ജസ്ന, പറഞ്ഞു. ഹൃതികയാണല്ലേ? ആരാണ്? ഹൃതികയാണ്. ഓക്കെ. എന്റെ പേര് ഹൃതിക. ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിപ്പോ ഇതിന് ആർമീന്റെ കോച്ചിങ്ങിന് പോകണ്ട്. പിന്നെ ഡിഗ്രി എടുക്കണം. അതുകൊണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കണം. ഓക്കെ. എന്തെങ്കിലും സൂപ്പർ പവർ വേണമെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെ പോയാ മതിയല്ലേ? ഓക്കേടാ, താങ്ക് യു. ഓക്കെ, ജസ്ന വരുന്നുണ്ടോ? ഓക്കെ. ജസ്നക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടല്ലേ? തോന്നുന്നു. എനിക്ക് തോന്നുന്നു മഴയല്ലേ എല്ലാവർക്കും. ഇതിവിടെ മതി.
ജസ്ന പറ്റുന്നില്ലേടാ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ജസ്ന, കാസർഗോഡാണ്. ഇപ്പം അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവരും ഒരു വിധം നമ്മൾ പരിചയപ്പെട്ടു. സോ നമുക്ക് ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെഷൻ? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ റിലാക്സ്ഡ് ആയോ? നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട് ഡു യു ഫീൽ നൗ എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റുമോ? മാം സൂപ്പർ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇല്ല അല്ലെ? ഓക്കെ, അടിപൊളിയായിരുന്നു. അതൊന്ന് വീഡിയോ ഓൺ ചെയ്ത് പറയാമോ? പറയാവോ? അതെ, സൂപ്പർ ആയിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 1 hour ആയോ? എന്തോ 1 hour ആയോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ജസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് അറിഞ്ഞില്ല. ടൈം അത് അറിഞ്ഞതേ ഇല്ല. ഓക്കെ, ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ഇനി അടുത്തത് ആരെങ്കിലും ഒരാൾ കൂടി. ഇറ്റ് വാസ് കൈൻഡ് ഇൻട്രസ്റ്റിംഗ് മാം. ഓക്കെ, ഒന്ന് ക്യാം ഓൺ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അമലൊന്ന് പറയും പ്ലീസ്. മാം ഇപ്പം ക്യാം ഓൺ ആക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, അതാ ക്യാം ഓൺ ആക്കാത്ത. പറഞ്ഞു കേട്ടോ, പറഞ്ഞു. അമൽ പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ സെഷൻ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്ന് വെച്ചാല് ഞാനിപ്പം എന്റെ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 5 year ആണ്. പക്ഷെ ഇതില് ഇപ്പം 8 വർഷത്തോളം ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്താ പറയാ, ഒരു കോൺഫിഡൻസ് തോന്നുന്നു. ഓക്കെ, നമുക്കും ചെയ്യാൻ പറ്റും അല്ലേ? ടെൻഷനൊക്കെ മാറിയല്ലേ? ടെൻഷനൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയി. മാമിനെ അറിയരുത്, ഞാൻ പറയാറുണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്, കോൺഫിഡൻസ് കുറവാണെന്നല്ല. പക്ഷെ ഇവരെല്ലാം കാണുമ്പോൾ അതെല്ലാം കുറച്ച് കൂടി. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ, ഇനി ആൾക്ക് ഓക്കെ പറയൂ. ആൽബിൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. നല്ലൊരു സെഷൻ ആയിരുന്നു, നമ്മളെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എൻജോയിങ് ആയിരുന്നു. ഈ സമയം പോയത് അറിഞ്ഞേയില്ല. 1 മണിക്കൂറോളമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. എന്തായാലും നല്ല രസമായിട്ട് പോയി. നല്ലതായിരുന്നു. താങ്ക് യു. ഓക്കെ, ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ നമുക്ക് അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു സെഷൻ, നമ്മൾ ഓരോ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്ക് വരും. ആക്ഷൻ ടാസ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. വലിയ ടാസ്ക് ഒന്നല്ല, ചെറിയ രീതിയിലുള്ള കുഞ്ഞു ടാസ്കുകളാണ്. സോ ആ ടാസ്ക് ഒക്കെ ചെയ്തിട്ട് അയച്ചു തരിക. അങ്ങനെ അയച്ചു തരുന്നതിൽ നിന്നും നമ്മൾ ഒരു ബെസ്റ്റ് പെർഫോമറെ ഒക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഈ 10 days ഓറിയന്റേഷൻ സെഷൻസ് കൃത്യമായി അറ്റൻഡ് ചെയ്തതിനു ശേഷം എല്ലാ ദിവസവും ആക്ഷൻ ടാസ്ക് എനിക്ക് നമ്മൾ ബെസ്റ്റ് പെർഫോമറെ ചൂസ് ചെയ്യുക. സോ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറയും ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നുള്ളത്. സോ ഇനി നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഫുള്ളി മാർക്ക് ഉണ്ട്. നമ്മൾ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്യാം. മാം ഒന്ന് ഷെയർ ചെയ്യാമോ മണി മാം? ഉറങ്ങല്ല, ഇതിപ്പോ നോക്കി ഫുഡ് കഴിക്കുന്നു. എന്താ ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പോ അത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ മാം, കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ നാളത്തേക്കുള്ള ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അയച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിന്റെ എന്താണ് ടാസ്ക് എന്നുള്ളത് അയച്ചു തരുന്നുണ്ടായിരിക്കും. സോ ആ ഒരു മോഡലിലാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ജസ്റ്റ് പേര്, ദെൻ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, സ്ട്രെങ്ത്, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത്, പിന്നെ ഹോബീസ്, പിന്നെ ജോബ് കരിയർ ഇപ്പൊ ഓൾറെഡി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കരിയറും കൂടിയിട്ട് എഴുതിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ ആയിട്ട് അയച്ചു തരാം.
ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. മാം മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? ഓക്കെ, അതായത് ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ വേർഡ്സിൽ എഴുതുന്നേ ഉള്ളൂ. പേര് എഴുതുന്നു, അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എഴുതുന്നു, ലൈക്ക് +2 ആണെങ്കിൽ +2, അതല്ല അതിന് മുൻപ് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ strength, നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, ഞാൻ നന്നായിട്ട് പാടും, എനിക്ക് അങ്ങനെ തോന്നുന്ന നമുക്ക് പല കഴിവുകൾ ഉണ്ടല്ലോ, അത് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഹോബീസ്, എന്തൊക്കെ ഹോബീസ് ആണ് ഉള്ളത് എന്നുള്ളതും കൂടി എഴുതുക. ദെൻ ലാസ്റ്റ് നമുക്ക് ജോബ് ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബ് കൂടി മെൻഷൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടോ അയച്ചു തരിക കേട്ടോ. ഓക്കെ, പാരഗ്രാഫ് ആയിട്ട് എഴുതണോ അതോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ അതിൽ കാണിച്ച ആ മോഡലിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. നെയിം ഇങ്ങനെ മീൻസ് ഒന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ലൈനായിട്ട് എഴുതുന്ന പോലെ എഴുതാം. പാരഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഓക്കെ.